ഈ മായയായ ലോകത്തിൽ നിത്യമായതിന് നമ്മെ നിത്യമായതിനു വേണ്ടി തിരഞ്ഞെടുത്ത് ആക്കി വച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സ്തുതി സ്തോത്ര ബഹുമാനങ്ങൾ അർപ്പിക്കുന്നു. എല്ലാ നാമത്തിലും മേലായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ ബഹുമാന്യ കർത്താവിന്റെ ദാസന്മാർക്കും ദൈവജനത്തിനും വന്ദനങ്ങൾ. തിരുസന്നിധിയിലേക്ക് തിരുവചനവുമായി അടുത്തു വരുവാൻ ദൈവം നമുക്ക് തരുന്ന ഭാഗ്യാവസ്ഥയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. പിന്നെയും ദൈവസ്നേഹത്തിൽ അവിടെവിടങ്ങളിൽ പരിപാലിക്കപ്പെടുവാൻ കർത്താവ് നമുക്കെല്ലാവർക്കും കൃപ ചെയ്യട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. തിടുക്കത്തോടെ തിരുവെഴുത്തുകളിലേക്ക് തിരിയ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ലവോദിക്യ സഭയ്ക്കുള്ള ആലോചനകളിലായിരുന്നു. കർത്താവ് കൊടുക്കുന്ന ബുദ്ധിപദേശം അല്ലെങ്കിൽ ആലോചന. അതിൽ നാം ഇന്നലെ ഒടുവിൽ നോക്കിയത് കർത്താവ് എന്താ സഭയോട് പറയുന്നത്? Come and dine with me, fellowship. Come and dine with me. രണ്ട് പ്രധാന പ്രയോഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ബൈബിളിൽ കാണാം. ഒന്ന് ഇതാണ്, അത്താഴം കഴിക്കുക. മറ്റൊന്ന് യേശുക്രിസ്തു സക്കായിയോട് പറഞ്ഞ കാര്യമാണ്. ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാണ്. അപ്പൊ കർത്താവിനോടൊത്തുള്ള കൂട്ടായ്മ, അത്താഴം കഴിക്കുക, രാപാർക്കുക, അതൊരു പിരിയാ ബന്ധത്തെ കാണിക്കുകയാണ്. കർത്താവ് അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് നാമുമായിട്ട് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ അകത്തും അതിനുള്ള വലിയ വാഞ്ച ഉണ്ടാകട്ടെ. കർത്താവിനോട് പറ്റിയിരിപ്പാൻ, ഒട്ടിച്ചേരാൻ ഉള്ള അഭിവാഞ്ച. സ്തോത്രം. ആരെല്ലാം വിട്ടുപോയാലും കർത്താവിനെ വിട്ടുപോകാതെ ഒട്ടിയിരിപ്പാൻ എത്ര അഭികാമ്യമായ കാര്യമാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എടുക്കുമ്പം അവർ വന്ന് നമ്മളോടങ്ങ് ഒട്ടിയിരിക്കും. വേറെ ഒന്നും പറ്റിയില്ലെങ്കിൽ അവരുടെ കയ്യോ കാലോ എന്തെങ്കിലും എടുത്ത് നമ്മുടെ ദേഹത്തൊന്ന് മുട്ടിച്ചു വെക്കും. അവർക്കതൊരു ഭയങ്കര സന്തോഷം. ഇതുപോലെ നമ്മുടെ കർത്താവിനോട് ഏറെ ഒട്ടിയിരിക്കാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. സ്തോത്രം. അതിനുള്ള ആഹ്വാനമാണ് സഭയ്ക്ക് കർത്താവ് നൽകിയത്. ആരെങ്കിലും എൻ്റെ മുട്ടുന്നതിൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വന്ന് അവനോടുകൂടെ അല്ലെങ്കിൽ അവരോടുകൂടെ അത്താഴം കഴിക്കും. സ്തോത്രം. 20-ാമത്തെ വാക്യം ഒന്നും കൂടെ നമുക്ക് വായിക്കാം, മനഃപ്പാഠമാണെങ്കിൽ കൂടെ. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. A loving invite
to have a sweet communion. നമ്മുടെ ദൈവത്തിന് യാതൊന്നിൻ്റെയും യാതൊരുത്തരുടെയും ആവശ്യമില്ല. എന്നാലും വെറും മൺകീടങ്ങളായ നമ്മെ, അല്ലെങ്കിൽ നമ്മോട് കൂട്ടായ്മ ആചരിക്കേണ്ടതിന്, നമ്മെ സൃഷ്ടിക്കുവാൻ ഈ ഒന്നിൻ്റെയും ആവശ്യമില്ലാത്ത ദൈവത്തിന് അങ്ങ് പ്രസാദമായി. സ്തോത്രം. നമ്മെ കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല. പ്രയോജനമോ? ഇല്ല. അങ്ങനെ ഒന്നിനെ കൊണ്ടും ആരെ കൊണ്ടും ആവശ്യവും പ്രയോജനവും ഇല്ലാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. എന്നിട്ടും നമ്മെ തനിക്കായി ഉണ്ടാക്കുവാൻ, നമ്മെ തനിക്കായി വീണ്ടെടുക്കുവാനും അങ്ങ് പ്രസാദമായി. സ്തോത്രം. It is God's good pleasure to make man out of dust, even while we are not profitable for him in any way. God doesn't need us. He has no needs as such. But still, it was pleased unto him to have you and me for himself. സ്തോത്രം. അതാണ് കർത്താവ് നമ്മെ വിളിക്കുന്നത്. നമ്മുടെ കർത്താവിനോട് ഒരുമിച്ച് കൂട്ടായ്മ ആചരിപ്പാൻ. സ്തോത്രം. കൂട്ടായ്മ ആചരിപ്പാൻ. ഇത്രയും കാര്യങ്ങളിൽ വിശദീകരണം വല്ലതും വേണമോ? മുൻപോട്ട് പോകാമല്ലോ. ഓക്കെ. 20-ാം വാക്യത്തിലെ മറ്റൊരു കാര്യമാണ് ഇന്നലെ നമ്മൾ ഓവർ ജമ്പ് ചെയ്തു പോയതായിരുന്നു. സ്തോത്രം. കർത്താവ് സഭയോട് പറയുന്നത്, അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത്, the demand of Christ, open the door of your heart. നിന്റെ ഹൃദയ കവാടം എനിക്കായി തുറക്കുക. സ്തോത്രം. Christ is pleading here for a place in their lives. ലവോദിക്കിയ സഭയിൽ ഒരു സ്ഥാനത്തിന് വേണ്ടി, ഒരു സ്വീകാര്യതയ്ക്ക് വേണ്ടി, ഒരു അംഗീകാരത്തിന് വേണ്ടി ഇവിടെ കർത്താവ് സഭയോട് ആവശ്യപ്പെടുക. സ്തോത്രം. ഞാൻ വാതിൽക്കൽ നിന്നും മുട്ടുന്നു. കർത്താവ് മുട്ടിക്കൊണ്ടേയിരിക്കുന്നു. ദൈവസ്നേഹത്തിന്റെ ആഴം കണ്ടോ? സഭ കർത്താവിനെ വിട്ടുപോയിട്ടും, സഭ കർത്താവിനെ തള്ളിക്കളഞ്ഞിട്ടും, കർത്താവിന്റെ അസാന്നിധ്യം അവരെ തിരിച്ചറിയാതിരുന്നിട്ടും
കർത്താവ് അവർ പോയ വഴിക്ക് വിടാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. കർത്താവ് തേടി തേടി ചെല്ലുകയാണ്. ദിസ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് ദ ലവ് ഓഫ് ഗാഡ്. Love that pursues a backslider. ഒരു പിന്മാറ്റക്കാരനെ തേടി ചെല്ലുന്ന, പുറകേ നടക്കുന്ന സ്നേഹം ദൈവസ്നേഹത്തിന്റെ വിശേഷതയാണ്. നമ്മളൊക്കെ ആയിരുന്നെങ്കിലോ? സ്തോത്രം. നമ്മൾ പറയും, പുകഞ്ഞ കൊള്ളി പുറത്ത് പോട്ടെ, ഇനി വേണ്ട. സ്തോത്രം. 2 ദിവസം മുമ്പ് ഇവിടെ ഞങ്ങളുടെ നവി മുംബൈയിലുള്ള ഒരു പാസ്റ്ററിനെ കുറിച്ച് മറ്റൊരു പാസ്റ്റർ പറയുന്നത് കേട്ടു. ഞങ്ങള് പാസ്റ്റേഴ്സ് എല്ലാവരും കൂടെ കൂടിയിരുന്ന സമയത്ത് പറഞ്ഞതാ, ആ മൂന്നാമനായ പാസ്റ്ററിൽ പല പാസ്റ്റേഴ്സിനും ഇല്ലാത്ത ഒരു ഗുണം ഞാൻ കണ്ടു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ സഭയിൽ നിന്ന് പിണങ്ങി അദ്ദേഹത്തെ ഒത്തിരി ചീത്ത വിളിച്ചിട്ട് പോയ ഒരു ഫാമിലി ഇപ്പം വേറെ കണ്ട പോന്നെ. ആരാണ്ട് പറഞ്ഞറിഞ്ഞു അവർക്ക് അവരുടെ ഗ്യാസ് സിലിണ്ടർ തീർന്നു, അവർക്കൊരു ഗ്യാസിന്റെ ആവശ്യമുണ്ട്. ഇത് കേട്ട പാടെ ഈ ചീത്തവിളി കേട്ട പാസ്റ്റർ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു സ്പെയർ സിലിണ്ടർ ഉണ്ട്, കൊണ്ട് കൊടുക്കാമെന്നും പറഞ്ഞ് അതും എടുത്തോണ്ട് ഈ ചീത്ത വിളിച്ചവന്റെ വീട്ടിൽ പോയി കൊടുത്തിട്ട് വന്നു. അപ്പം ഞങ്ങളോട് ഇത് പറഞ്ഞ പാസ്റ്റർ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ പറ്റിയത് ഇത്രയും ചീത്ത വിളിച്ച് അവർ ചോദിക്കുക പോലും ചെയ്യാതെ ഇത് കൊണ്ട് കൊടുക്കാൻ? അദ്ദേഹം പറഞ്ഞു, അതിനിപ്പോ എന്താ, അവര് ചീത്ത വിളിച്ചു, അവര് കള്ളം പറഞ്ഞു, ആരോപണങ്ങൾ പറഞ്ഞു, അതിന് ഞാനെന്താ വേണം? ആരെയെങ്കിലും സഹായിക്കാൻ കിട്ടുന്ന ഒരവസരം നമ്മൾ എന്തിനാ കളയുന്നേ? ഞാൻ അത്ര ചെയ്തുള്ളൂ. വളരെ ചുരുക്കമായി മാത്രമേ മനുഷ്യരിൽ ഈ പ്രകൃതം ഉള്ളൂ. നമ്മളെ ദ്വേഷിക്കുന്നവരെ തേടി ചെല്ലുന്ന, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നാണമില്ലാത്ത സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹം. അഭിമാനം കാണിക്കാത്ത സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹം. നമുക്കൊക്കെ ആണെങ്കിൽ നാണം തോന്നും, ചെല്ലുമ്പം അവര് എന്തോ പറയും, അവരുടെ മനസ്സിൽ എന്തായിരിക്കും. എനിക്കുണ്ടാകാറുള്ള ഒരു ഫീലിംഗ് അത് കേട്ടോ. എനിക്കിപ്പം നമ്മൾ വർക്കിച്ചാനോട് എനിക്ക് പിണക്കൊന്നുമില്ല, വിരോധമില്ല. പക്ഷെ അദ്ദേഹം 1-2 പ്രാവശ്യം എന്നോട് മുഖം തിരിച്ചു എങ്കിൽ എനിക്കൊരു ഫീലിംഗ്, ഇനി എന്നെ കാണുന്ന അദ്ദേഹത്തിന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ എന്തിനാ വെറുതെ എന്ന് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നത്, ഞാനതുകൊണ്ടങ്ങ് ഒഴിഞ്ഞു മാറിയേക്കാം. ഒരു നാണമുള്ള സ്നേഹമാണ് നമ്മുടെ സ്നേഹം. പക്ഷെ ദൈവത്തിന്റെ സ്നേഹത്തിന് നാണമില്ല. അതുകൊണ്ടല്ലേ ഈ അടച്ചിട്ടിരിക്കുന്ന വാതിൽ വന്ന് പിന്നെയും മുട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ അങ്ങനെ അല്ലായിരുന്നു? അറിഞ്ഞും അറിയാതെയും എത്രയോ പ്രാവശ്യം നമ്മളും കർത്താവിനോട് ഇതുപോലെയൊക്കെ തന്നെ കാണിച്ചു. പക്ഷേ നമ്മളെപ്പോലെ ലജ്ജ തോന്നി മാറിപ്പോയിരുന്നെങ്കിൽ നമ്മുടെ ഗതി എന്തായേനെ? സ്തോത്രം. അതുപോലെ അഭിമാനമൊന്നും പ്രത്യേകിച്ച് തോന്നാത്ത ഒരു സ്നേഹ. എന്നെ ചീത്ത വിളിച്ച, എന്നെ വേണ്ടെന്ന് പറഞ്ഞ അവരുടെ വീട്ടിൽ
ഞാനും പറഞ്ഞിട്ടുണ്ട് പല സമയത്തും, എടോ എനിക്ക് അല്ലെ എൻ്റെ അപ്പന് ഇച്ചിരി കാശേ കുറവുള്ളൂ കേട്ടോ, അഭിമാനത്തിന് കുറവൊന്നുമില്ല. നമ്മളൊക്കെ സാധാരണ പറയുന്ന, നമ്മളെക്കാൾ വലിയ ആൾക്കാരോടൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും, എൻ്റെ അപ്പന് ഇച്ചിരി കാശിന്റെ കുറവേ ഉള്ളൂ. അല്ലെ ചിലപ്പോൾ പറയും, എൻ്റെ അപ്പന് ഇച്ചിരി പഠിത്തം കുറവായിരുന്നേ ഉള്ളൂ. അഭിമാനത്തിനൊന്നും ഞങ്ങൾ ഒട്ടും പുറകിലല്ല. അത് പറയുമ്പം തന്നെ വല്ലാത്തൊരു അഭിമാന ഫീലിംഗ് ഒക്കെ നമുക്കുണ്ടായിക്കളെ. എന്നാൽ ഇവിടെ നോക്കണേ, ദൈവത്തിന്റെ സ്നേഹം ആ അഭിമാനമൊക്കെ മാറ്റി വെച്ചിട്ട്, നാണം ഉരിഞ്ഞു വെച്ചിട്ട് പിന്മാറിപ്പോയവന്റെ പുറകെ കൂടിയിരിക്കുക. ഇത് ഇവിടെ മാത്രമുള്ളതൊന്നല്ല. യേശു കർത്താവ് ഈ ഭൂമിയിൽ ശിഷ്യന്മാരോടൊപ്പം ആയിരുന്നപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായി യോഹന്നാൻ 21-ാം അധ്യായം. പത്രോസും യോഹന്നാനും യാക്കോബും ഉൾപ്പെടെ 6-7 പേര് യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷമാ, ക്രൂശിക്കപ്പെട്ട ശേഷമല്ല, ഉയർത്തെഴുന്നേറ്റതിന് ശേഷം, യേശു ഉയർത്തെഴുന്നേറ്റുവെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവർ പഴയ പണിക്ക് പോയി, യേശുവിനെ വിട്ടുപോയി. ഞാൻ ഉയർത്തെഴുന്നേറ്റത് കണ്ടിട്ടും എൻ്റെ കയ്യിൽ നിന്ന് അപ്പവും ഒക്കെ വാങ്ങി തിന്നിട്ടും ഇവന്മാർ ഇങ്ങനെ ചെയ്തെങ്കിൽ ഇനി പോട്ടെ എന്ന് യേശു വെച്ചില്ല. അവരെ തേടി തിബരിയാസ് കടൽക്കരയിൽ നന്നാ കാലത്തെ എത്തിയ ഒരു യേശുവിനെ നമുക്ക് കാണാം. എന്നിട്ട് അവിടെ ചോദിച്ച ചോദ്യവും വേറൊന്നും അല്ലായിരുന്നല്ലോ. നമുക്കറിയാമല്ലോ ചോദ്യം. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമോ? അത് കഴിഞ്ഞ് പ്രസക്തമായ ചോദ്യം, ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. പത്രോസിനോട് വ്യക്തിപരമായിട്ടാണ് ചോദിച്ചതെങ്കിലും അവിടെ പൊതുവായ ചോദ്യം തന്നെയാണ്. യോഹന്നാന്റെ മകനായ ശിമോനെ എന്നുള്ളിടത്ത് നമ്മുടെ പേരും നമ്മുടെ അപ്പച്ചന്റെ പേരും കൂടെ കിട്ടേക്കണം. യോഹന്നാന്റെ മകനായ ശിമോനെ, ഞാൻ വായിക്കുമ്പം വില്ലുകുളത്ത് ഉമ്മന്റെ മകനായ വർഗീസേ. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ വീട്ടുപേരും പിതാവിന്റെ പേരും അതിനുശേഷം നമ്മുടെ പേരും കൂടി ഇട്ട് ആ ചോദ്യം ഒന്ന് ചോദിക്കണം. വേറൊന്നുമല്ല കർത്താവിന് അവിടെ അവരോട് ചോദിക്കാനുള്ളത്. അവര് വരുന്നതിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി കൂട്ടാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചതാ. അവരുടെ ശൂന്യതയെ ഒന്ന് ബോധ്യപ്പെടുത്താൻ, അവരെ കൊണ്ട് തന്നെ ഒന്ന് ഏറ്റുപറയിപ്പിക്കാൻ. അതിനുശേഷം കർത്താവ് വ്യക്തിപരമായി ചോദിച്ച ചോദ്യ, നീ ഇവരിൽ അല്ലെങ്കിൽ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവിടെയും ചോദ്യം തേടി വന്ന സ്നേഹത്തിൽ നിന്നും സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ്. പറഞ്ഞതിന്റെ അർത്ഥം ഒക്കെ മനസ്സിലായല്ലോ. സ്തോത്രം. വാതിൽക്കൽ നിന്ന് മുട്ടുന്ന യേശു, ലജ്ജ ഇല്ലാതെ, അഭിമാനം തോന്നാതെ, സ്തോത്രം, ഗർവമില്ലാതെ, താഴ്മയോടെ, സ്തോത്രം, തേടി വരുന്ന, ഹൃദയകവാടത്തിങ്കൽ മുട്ടുന്ന യേശുവിനെയാണ് നാം ഇവിടെ കാണുന്നത്. സ്തോത്രം. ഇവിടെ യേശു വാതിൽക്കൽ നിന്ന് മുട്ടുന്നത്, സ്തോത്രം,
നമ്മൾ കണ്ടായിരുന്നു എഫേസോസിനോട് പറഞ്ഞത്, ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. എഫേസോസിലെ സഭയോട് കർത്താവ് പറഞ്ഞ താക്കീതുകളിൽ ഒന്ന് മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വരികയും, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഞാൻ വരികയും. സ്തോത്രം. നാം അന്ന് കണ്ടു, സന്ദർശനത്തിന്, വിസിറ്റേഷന് വേണ്ടി വരുന്ന വരവാ. എന്നാൽ ഈ വരവോ ഒന്ന് തിരിച്ച് കയറാൻ വേണ്ടി വരിക. സ്തോത്രം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ ആദ്യത്തെ ചർച്ചിൽ 1992 UP-ൽ ഝാൻസിക്കടുത്ത് ബബീന എന്ന് പറയുന്ന ഒരു പട്ടാള ഏരിയ, ഒരു കന്റോൺമെന്റ് ഏരിയ. വിശ്വാസികൾ എല്ലാവരും പട്ടാളക്കാരായിരുന്നു. അതിൽ ഒരു സഹോദരൻ പലയാവർത്തി എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു തൻ്റെ ജീവിത അനുഭവമുണ്ട്. ഇപ്പോഴൊക്കെ മിക്കപേരും, പ്രത്യേകിച്ച് പട്ടാളക്കാര്, AC കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുന്നത്. അത് അവർക്ക് ഇപ്പം സർക്കാർ കൊടുത്തിരിക്കുന്ന ഒരു ആനുകൂല്യമാണ്. നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു, ഓഫീസേഴ്സിന് മാത്രമേ ഉള്ളായിരുന്നു AC. അന്ന് സ്ലീപ്പറില്ല യാത്ര. നിർത്തുന്ന സ്റ്റേഷനിലൊക്കെ ഇറങ്ങി വെള്ളം പിടിച്ചുകൊണ്ട് കയറണം. അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന്. ഇന്നത്തെ പോലൊന്നും ആരും വെള്ളം വാങ്ങത്തൊന്നുമില്ല, പ്രത്യേകിച്ച് പട്ടാളക്കാർ. പിന്നെ നിർത്തുന്ന സ്റ്റേഷനിലൊക്കെ ഇറങ്ങും. അങ്ങനെ ഈ സഹോദരനും രാത്രിയില യാത്ര ചെയ്യുന്ന സമയത്ത് വെള്ളം പിടിക്കാനോ മറ്റോ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി വെള്ളം പിടിച്ചുകൊണ്ട് നിന്നു. വണ്ടി വിട്ടു. രാത്രി ആയിരുന്നതുകൊണ്ട് അകത്തു നിന്ന് ഗേറ്റ് ലോക്ക് ചെയ്തു. ആരോ, കള്ളന്മാരാരും കയറണ്ടെന്നൊക്കെ വിചാരിച്ചു. ഇദ്ദേഹം ഓടി വാതിൽക്കൽ വന്നപ്പോഴത്തേക്കിനും വണ്ടി അത്യാവശ്യം സ്പീഡ് എടുത്തു. ഏതായാലും ചാടിക്കേറി ഫുട്ബോളിൽ നിന്നു. ഗേറ്റ് തുറന്ന് അകത്ത് കയറാമെന്ന് കരുതി. പക്ഷേ അകത്തൊന്ന് ലോക്കായിരുന്നു. ഇദ്ദേഹം എന്നോട് പറഞ്ഞു, പട്ടാളക്കാരനും കൂടെയാണ്, ചെറുപ്പമാണ്, ആരോഗ്യമുള്ള ഒരു പട്ടാളക്കാരൻ. അദ്ദേഹം ഗേറ്റിന്റെ അവിടുത്തെ 2 ഡോർ പോസ്റ്റുകളുണ്ട്. കുറേയേറെ നേരമായി വണ്ടി ഏറെ സ്പീഡിലായി. ഇനിയും 3-4 മണിക്കൂർ കണ്ട് കഴിഞ്ഞ വണ്ടി നിർത്തി. വിടാൻ മനസ്സില്ല, നിൽക്കാൻ പറ്റുന്നുമില്ല. ഏതായാലും രണ്ടും കൽപ്പിച്ച് അദ്ദേഹം ആ ഡോർ പോസ്റ്റുകൾക്കകത്തുകൂടെ 2 കൈയും ഇട്ട് ബലം പ്രയോഗിച്ച് നിന്നു. ദൈവാധീനം കൊണ്ട് ഇന്നും അദ്ദേഹം ജീവനോടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അടഞ്ഞു കിടന്ന വാതിൽ ഏതെങ്കിലും തരത്തിലൊന്ന് തുറന്നു കിട്ടാൻ വേണ്ടി ജീവൻ പോലും പണയം വെച്ച് രാത്രിയിൽ അതിവേഗം ഓടുന്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിന്റെ ഫുട്ബോളിൽ ആ ഡോർ പോസ്റ്റുകളിൽ പിടിച്ച് തൂങ്ങിക്കിടന്ന് മണിക്കൂറുകളോളം. യേശുവിന് ഏതായാലും പ്രാണഭയമൊന്നുമില്ല. ഇവിടുത്തെ ഈ ജോസ് ബ്രദറിന് ഉള്ളതുപോലെയുള്ള പേടിയൊന്നും യേശുവിനില്ല. പക്ഷെ ആ ഒരു സംഭവം മാത്രം ഞാനൊന്ന് ഇണക്കുന്നതേ ഉള്ളൂ. ഈ വാതിൽ, ഈ അടഞ്ഞു കിടക്കുന്ന വാതിൽ ഒന്നും കൂടെ എനിക്ക് വേണ്ടി തുറക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ ഈ സഹോദരൻ അവിടെ പിടിച്ചു കിടന്നതുപോലെ, അവിടെ കിടന്നുകൊണ്ട് ശാന്തമായിട്ടൊന്നുമല്ല ഇരിക്കുന്നത്, ഒച്ചയെടുക്കുക, ഒക്കുന്നത് പോലെ വാതിൽ തട്ടുന്നുണ്ട്. കൈ രണ്ടും കൂടെ പിടിക്കുന്നതിന് മുമ്പ് ഒരു കൈയിൽ തൂങ്ങിക്കിടന്ന് മറ്റേ കൈ കൊണ്ടൊക്കെ ഇടിച്ചു, തൊഴിച്ചു, ശബ്ദമുണ്ടാക്കി. പക്ഷെ ആരും ഈ ശബ്ദം കേൾക്കുന്നില്ല. ആരും ഈ ശബ്ദം കേൾക്കുന്നില്ല.
ഇതുപോലെ യേശു കർത്താവും നമ്മുടെ അടഞ്ഞുകിടക്കുന്ന വാതിലിൽ വന്ന് മുട്ടുകയാണ്, ശബ്ദമുണ്ടാക്കുക. പക്ഷേ അകത്ത് നടക്കുന്ന ബഹളങ്ങൾ കൊണ്ട് പുറത്തു നിന്ന് കൊട്ടുന്ന ശബ്ദം ഇങ്ങുവരെ എത്തുന്നില്ല. എന്തിനാ? ഫോർ എ റീ എൻട്രി ഇൻ ടു ദ ചർച്ച്. പണ്ട് യേശു ഉണ്ടായിരുന്ന സഭയാ. എപ്പോഴോ എന്തുകൊണ്ടോ സാന്നിധ്യം നഷ്ടപ്പെട്ടു. അത് തിരികെ നൽകുവാൻ കർത്താവ് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്തേ പറ്റൂ? ഹൃദയ കവാടം തുറന്നേ പറ്റൂ, വ്യക്തിപരമായി. സ്തോത്രം. ഇതാണ് കർത്താവിന്റെ ആഹ്വാനം. സ്തോത്രം. കർത്താവ് ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതിനോട് ചേർത്ത് ഉത്തമഗീതം, സോങ് ഓഫ് സോങ്സ്, അതിന്റെ 5-ാം അധ്യായം 5 verses 2 to 6, 5-ന്റെ 2 തൊട്ട് 6 വരെ ചില വാക്യങ്ങൾ കൂടെ ഒന്ന് വായിച്ചാട്ടെ. ഞാൻ ഉറങ്ങുന്നു എങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. വാതിൽക്കൽ മുട്ടുന്ന എന്റെ പ്രിയന്റെ സ്വരം. എന്റെ സഹോദരി, എന്റെ പ്രിയേ, എന്റെ പ്രാവേ, എന്റെ നിഷ്കളങ്കെ, തുറക്കുക. എന്റെ ശിരസ് മഞ്ഞുകൊണ്ടും കുറുനിരകൾ രാത്രിയിൽ പെയ്യുന്ന തുള്ളി കൊണ്ടും നനഞ്ഞിരിക്കുന്നു. എന്റെ അങ്കി ഞാൻ ഊരിയിരിക്കുന്നു, അത് വീണ്ടും ധരിക്കുന്നത് എങ്ങനെ? ഞാൻ കാലുകളെ കഴുകിയിരിക്കുന്നു, അവയെ മലിനമാക്കുന്നത് എങ്ങനെ? എന്റെ പ്രിയൻ ദ്വാരത്തിൽ കൂടി കൈനീട്ടി, എന്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകിപ്പോയി. എന്റെ പ്രിയന് തുറക്കേണ്ടതിന് ഞാൻ എഴുന്നേറ്റു. എന്റെ കൈ മൂറും എന്റെ വിരൽ മൂറിൻ തൈലവും തഴുതുപിടികളിന്മേൽ പൊഴിച്ചു. ഞാൻ എന്റെ പ്രിയനു വേണ്ടി തുറന്നു, എന്റെ പ്രിയനോ പൊയ്ക്കളഞ്ഞിരുന്നു. അവൻ സംസാരിച്ചപ്പോൾ ഞാൻ വിവശയായിരുന്നു. ഞാൻ അന്വേഷിച്ചു, അവനെ കണ്ടില്ല. ഞാൻ അവനെ വിളിച്ചു, അവൻ ഉത്തരം പറഞ്ഞില്ല. ഏറെ വേദനപ്പെടുത്തുന്ന ഒരു ചിത്രമാണ് ഇവിടെ. ഉത്തമഗീതത്തിന്റെ ഇതിവൃത്തമൊക്കെ നമുക്കറിയാം. പൊതുവെ ക്രിസ്തുവും സഭയും തമ്മിലുള്ള സ്നേഹബന്ധത്തെക്കുറിച്ച് നമ്മുടെ ഇടയിൽ പറഞ്ഞു കേൾക്കാറുണ്ട് ഈ പുസ്തകത്തിൽ നിന്ന്. ഏതായാലും അതിന്റെ ഭാഗങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടെ അകത്ത് കിടന്നുറങ്ങുന്ന കന്യക പുറത്തു നിന്ന് മഞ്ഞ് സമയത്ത് മഞ്ഞ് കൊണ്ട് നനഞ്ഞ് കുളിര് മാറ്റാൻ ഒരു ഷെൽട്ടർ ആഗ്രഹിക്കുന്ന, ഒരു വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മണവാളൻ. ഇവിടെ മണവാട്ടി മണവാളന്റെ വിളി കേൾക്കാഞ്ഞിട്ടല്ല, പക്ഷേ ലേറ്റ് ആയിപ്പോയി. വളരെ സ്നേഹത്തോടെ തൻ്റെ പ്രിയയെ പുറത്തു നിന്നും വിളിച്ച മണവാളന് വേണ്ടി പ്രിയ വന്ന് വാതിൽ തുറന്നപ്പോഴേക്കും മണവാളൻ പൊയ്ക്കളഞ്ഞിരുന്നു. ഭയങ്കര വേദന ഉളവാക്കുന്ന ഒരു അവസ്ഥയാണ്. സ്തോത്രം. ഏറെ വേദന ഉളവാക്കുന്ന ഒരവസ്ഥ. എങ്ങനെ സഹിക്കും?
ഈ ഒരു ചിത്രവും ലവോദിക്യ സഭയുടെ വാതിലിൽ മുട്ടുന്ന യേശുവിന്റെ ചിത്രവും തമ്മിൽ ഏറെ സാമ്യം. സ്തോത്രം. കൂടെ വരുന്നുണ്ടല്ലോ. These two pictures in Song of Songs chapter 5 and Revelation chapter 3, these two are closely associated or related. Here also, the groom of the church is standing outside and knocking and knocking and knocking. Even after she didn't ever experience the absence of the groom, but he was reluctant to go back. He was pursuing this perverted bride. But finally, what happens, as in the book of Song of Songs, by the time she opened up the door, the groom had departed to some unknown place. That should not happen with the church. ഇത് സഭയിൽ സംഭവിക്കരുത്. ഇരമ്യാവിലൂടെ പല പ്രാവശ്യം ദൈവം പറഞ്ഞു ഇസ്രായേലിനോട്, ഞാൻ വിളിക്കുമ്പോൾ നീ വന്നില്ലെങ്കിൽ, നീ തിരയുമ്പോൾ, നീ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തുകയില്ല. അതുകൊണ്ട് യഹോവയെ കണ്ടെത്താവുന്ന കാലത്ത് അവനെ അന്വേഷിപ്പീൻ. എല്ലാ കാലവും മുട്ടിക്കൊണ്ടിരിക്കുമോ? ഇല്ല. There is a time. There is a time. അതുകൊണ്ട് ഇവിടുത്തെ ചിത്രം ആത്മമണവാളനായ ക്രിസ്തു ഒരിക്കൽ തനിക്ക് സ്ഥാനമുണ്ടായിരുന്ന സഭയുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുക. സ്തോത്രം. ഞാൻ ഒത്തിരി പ്രാവശ്യം അത്ഭുതപ്പെട്ടു. കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, റോമൻ പട്ടാളത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ട്, റോമൻ രാഷ്ട്രീയ ശക്തികളെ ഏതുമില്ലാതെയാക്കി മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ അങ്ങ് എന്തിനാ ഇവിടെ നിന്ന് മുട്ടുന്നത്? കേറിപ്പോരുതോ? അധികാരമില്ലേ കർത്താവിന്? ശക്തിയോ? ഉണ്ട്. ബട്ട് സ്റ്റിൽ without our consent, he doesn't enter into our lives. സ്തോത്രം. നമ്മുടെ അനുവാദം ഇല്ലാതെ, നമ്മുടെ അംഗീകാരം ഇല്ലാതെ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കില്ല. സ്തോത്രം. അതുകൊണ്ടാണ് യോഹന്നാൻ 1:12 പറഞ്ഞത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അധികാരം കൊടുത്തിരിക്കുന്നു. അവനെ കൈക്കൊള്ളുക അത്യന്താപേക്ഷിതമാണ്. സ്തോത്രം. വെറുതെ ഇടിച്ചു കയറത്തില്ല കർത്താവ്. ശക്തിയും അധികാരവും ഇല്ലാഞ്ഞല്ല. സ്തോത്രം. നമ്മുടെ അനുവാദം കർത്താവിന് കൂടിയേ തീരും. അതുകൊണ്ട് നമുക്ക് യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചേ പറ്റൂ, ഉൾക്കൊണ്ടേ പറ്റൂ. താനേ വന്ന് കർത്താവ് ഒന്നും നമ്മുടെ ജീവിതത്തിൽ
കർത്തൃത്വവുമായി ബന്ധപ്പെട്ട് ചെയ്യില്ല. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? കർത്താവ് എല്ലായ്പ്പോഴും മുട്ടിക്കൊണ്ടേ ഇരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ കർത്താവിന് ഇടം കൊടുക്കണം. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ദാറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എന്തെങ്കിലും ചോദ്യങ്ങൾ? ഇല്ല, എന്തെങ്കിലും ചോദ്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോന്നാ ഞാൻ ചോദിച്ചത്. ലോകം സഭയിൽ കടന്നത് കൊണ്ടാണോ പാസ്റ്റർ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ലോകം സഭയിൽ കടന്നു, നമ്മൾ ലോകത്തിലേക്കും ഇറങ്ങി. എല്ലാം ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുക. ദേമാസിനെ കുറിച്ച് പൗലോസ് പറയുന്നു, ലോകത്തെ സ്നേഹിച്ചത് കൊണ്ട് എന്ന്. കർത്താവിനോടുള്ള ദ്വേഷം നമുക്ക് കാണത്തില്ല. കർത്താവിനെ നമുക്കിഷ്ടമാ, കർത്താവിനോട് നമുക്ക് സ്നേഹമുണ്ട്. പക്ഷേ കുഴപ്പമെന്താ? കർത്താവിനും മീതെ നമ്മൾ മറ്റു പലതിനെയും സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, വിലമതിക്കുന്നു. ഉദാഹരണം യൂദാ തന്നെ. യൂദായിക്ക് യേശുവിനോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ലായിരുന്നു. യേശുവിനെ കൊല്ലണമെന്ന് അവൻ ആഗ്രഹവും ഇല്ലായിരുന്നു. യേശുവിനെ കുറ്റം വിധിക്കണമെന്നും അവൻ ആഗ്രഹിച്ചില്ല. പിന്നെന്തായിരുന്നു കുഴപ്പം? 30 വെള്ളിക്കാശ് പണം. അത്രേ ഉള്ളൂ. അവൻ യേശു അല്ലായിരുന്നു വിഷയം. യൂദാ ഇസ്കറിയോത്താവിന്, the traitor Judas. Jesus was not at all a matter but money. യേശു കർത്താവ്, അവന്റെ ഗുരു, അവനൊരു വിഷയമേ ആയിരുന്നില്ല. അവന്റെ പ്രധാന വിഷയം പണമായിരുന്നു. ഇതുപോലെ കർത്താവിനേക്കാൾ കൂടുതൽ നമ്മൾ വ്യക്തിപരമായിട്ടാകട്ടെ സഭയായിട്ടാകട്ടെ മറ്റ് എന്തിനെങ്കിലും ആർക്കെങ്കിലും വില കൽപ്പിക്കുമ്പോൾ, അവയെ വലുതായി കാണുമ്പോൾ ഈ പറഞ്ഞ നഷ്ടമാണ് സംഭവിക്കുന്നത്. സ്തോത്രം. നമ്മളൊക്കെ ചിലപ്പം പറയുമല്ലോ, നമ്മുടെ ഈ ക്ലാസ്സിൽ തന്നെ ചിലര് ആബ്സെന്റ് ആയാൽ നമ്മൾ അവരോട് പറയും, വി മിസ്ഡ് യു ടുഡേ. അവരുടെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടു. നമ്മൾ അവരോട് പറയുന്നത്, യാർ വി മിസ് യു, വി മിസ്ഡ് യു എന്നൊക്കെ. നമുക്ക് എപ്പോഴെങ്കിലും, അതായത് ലവോദിക്യ സഭയ്ക്ക് എപ്പോഴെങ്കിലും കർത്താവിന്റെ അസാന്നിധ്യം അങ്ങനെ ഒന്ന് മിസ് ചെയ്തോ? ഇല്ല. അതാണ് വിഷയം. കാരണം യേശുവിന്റെ സാന്നിധ്യത്തെക്കാൾ സഭ വിലമതിച്ചത് മറ്റെന്തിനൊക്കെയായിരുന്നു. അതിന്നും അങ്ങനെ തന്നെയാണ്. നമുക്ക് കർത്താവിനെ ഇഷ്ടമാണ്, കർത്താവിനോട് സ്നേഹമുണ്ട്, കരുതലുണ്ട്, ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ
കർത്താവിനേക്കാൾ അധികം, മോർ ദാൻ ദ ലോർഡ്. അതാണ് ഇവിടുത്തെ വിഷയം. അങ്ങനെ ലോകത്തിലേക്ക് ഇറങ്ങി, ലോകം സഭയിലേക്ക് കടന്നു, വേറെ പലതിനും നാം മൂല്യം കൊടുത്തു തുടങ്ങി. അങ്ങനെയായപ്പോഴാണ് ഇത് സംഭവിച്ചത്. ഓക്കെ, മറ്റെന്തെങ്കിലും? സ്തോത്രം. ശരി, കർത്താവ് സഭയ്ക്ക് കൊടുത്ത ആലോചനകളെല്ലാം തീർന്നു. ഇല്ല. വാട്ട് ഈസ് നെക്സ്റ്റ്? Listen to his voice. ഇവിടെ ഏതാണ്ട് അത് തന്നെ ഒരു ചോദ്യം. ഹൗ ക്യാൻ വി ഐഡന്റിഫൈ ജീസസ് നോക്കിംഗ്? കർത്താവ് മുട്ടുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി പോലും നമുക്ക് ജീവൻ ഉണ്ടായിരുന്നേ പറ്റൂ. ഈ അടുത്തിടയ്ക്കൊക്കെ നമ്മുടെ നാട്ടിൽ ഒത്തിരി ആത്മഹത്യകൾ നടന്നു. എനിക്കൊന്ന് ഇന്നും ഒരു 3 അംഗ കുടുംബം ആത്മഹത്യ ചെയ്തു. ഇന്ന് വൈകുന്നേരത്ത് ഞാൻ ഓൺലൈൻ പത്രം വായിച്ചപ്പോൾ കണ്ടതാണ്. ചെറുപ്പക്കാരായ 35ഉം 30ഉം വയസ്സുള്ള ദമ്പതികൾ 9 വയസ്സുള്ള കുഞ്ഞിനെ കൊന്നിട്ട് ഇവർ രണ്ടുപേരും ആത്മഹത്യ ചെയ്തു. ഈ ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം രണ്ടായാലും ശരി നടക്കുന്ന വീടുകളിൽ ഇതെങ്ങനെയാ ഇവര് തിരിച്ചറിയുന്നേ? മിക്കയിടത്തും എഴുതുന്നത് വീട്ടുകാർ ഫോൺ വിളിച്ചു, റിങ് ചെയ്യുന്നു, എടുക്കുന്നില്ല. പലയാവർത്തിയായപ്പോൾ ചെന്നു നോക്കി, അല്ലെങ്കിൽ പോലീസ് കംപ്ലൈന്റ് ചെയ്തു. ഇതൊരു പ്രധാന വിഷയമാണ്. ലിസൺ ടു ദ വോയിസ് 8ാമത്തെ ആലോചനയാണ്. ഒപ്പം ഈ ചോദ്യം വന്നതും കൂടെ എടുക്കുക. വാതിലിൽ മുട്ടുന്ന കർത്താവിനായിട്ട് തുറക്കണമെങ്കിൽ യേശു അകത്തില്ല എന്ന തിരിച്ചറിവെങ്കിലും നമുക്ക് വേണം. പന്ത്രണ്ട് വയസ്സുകാരനായ യേശുവുമായി ദേവാലയത്തിൽ പോയിട്ട് കുഞ്ഞ് കൂടെ കാണുമെന്ന് കരുതി മാതാപിതാക്കൾ പോരുന്നെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. വൈകിട്ട് സത്രത്തിൽ താമസിക്കാൻ നേരമാണ് കുട്ടിയെ നോക്കുന്നത്, കാണുന്നില്ല. രാവിലെ തൊട്ട് അവർ നടക്കുക, സന്ധ്യയായി. ഇത്രയും നേരവും അവര് കുഞ്ഞ് കൂടെ ഉണ്ടാവുമെന്ന് കരുതി ഈ പോരുകാരുന്നു. പക്ഷേ അവര് യേശു ബാലന്റെ അസാന്നിധ്യം തിരിച്ചറിഞ്ഞത് വൈകുന്നേരത്താണ്. അപ്പോൾ അവർ തിരിച്ചുപോയി. നമുക്കും ഇത് വളരെ പ്രസക്തമാണ്. ഏറ്റവും പ്രശ്നം കർത്താവിൻ്റെ ഇറങ്ങിപ്പോക്ക് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതിനാണ് നാം എന്ത് ചെയ്യേണ്ടതായി ബൈബിൾ പറയുന്നത്? Whoever has the Holy Spirit, ഡിസേൺമെന്റ് വരദാനമാ. അത് ഈ ആത്മാവുള്ളവർക്ക്, സാന്നിധ്യം ഉള്ളിടത്തേ അതുള്ളൂ.
ഉള്ളിൽ ജീവൻ കാണണം. ജീവൻ ഇല്ലെങ്കിൽ ഇതൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണല്ലോ. കൊരിന്ത്യരോട് പൗലോസ് പറയുന്നു, നിങ്ങൾ ചത്തോരാ. വിശ്വാസത്തിൽ Watch ye, stand fast in Emma. faith, quit you like men, be strong. ഇല്ല, അതും നിങ്ങൾ ഈ ജീവനുള്ളവരൊക്കെ പറ്റത്തുള്ളൂ. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പി. കൊരിന്ത്യർ 11:5. അതെ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞതായിരുന്നു. നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തെ നിരന്തരം വിലയിരുത്തിക്കൊണ്ടു പോകേണ്ടതുണ്ട്. നിരന്തരം. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാനില്ലായിരുന്നല്ലോ. ഞാനിവിടെ ബോംബെയിൽ തന്നെ ഒരു സബർബില് ഒരു മീറ്റിങ്ങിന് വേണ്ടി പോയതായിരുന്നു. വൈകുന്നേരത്താണ് മണ്ണ് നുള്ളിയിട്ടാൽ താഴാത്ത തരം ലോക്കൽ ട്രെയിനിൽ തിരക്കുള്ള സമയമാണ്. ഇരിക്കാനൊന്നും കിട്ടിയില്ല, ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ മൊബൈലില് ലോക്കൽ ട്രെയിനിന്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, മുംബൈ ലോക്കൽ ട്രെയിനിന്റെ. അതിൽ ടൈം ടേബിൾ ഒക്കെ നോക്കി എപ്പോഴാണ് എനിക്ക് ഇറങ്ങേണ്ട സ്റ്റേഷനിൽ എത്തുന്നത് എന്നൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവരെ എനിക്ക് അതിലൊരു നോട്ടിഫിക്കേഷൻ തന്നു, എവിടെയാണ് നിങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ. ഞാനത് പറഞ്ഞു. അങ്ങനെ തിരക്ക് പിടിച്ച് ഞാനിങ്ങനെ നിൽക്കുക. വൈകിട്ട് മീറ്റിംഗ് ഉള്ളത് കൊണ്ട് അവിടെ പ്രസംഗിക്കേണ്ട പ്രസംഗങ്ങളൊക്കെ ഇങ്ങനെ തലയിൽ കൂടെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പെട്ടെന്ന് മൊബൈലിൽ ഒരു ഫ്ലാഷ്, നിങ്ങളുടെ സ്റ്റേഷൻ എത്തിയെന്നും പറഞ്ഞു. എനിക്ക് അപ്പോഴും വിശ്വാസമായില്ല. അതിങ്ങനെ ഫ്ലാഷ് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് എന്നാ പിന്നെ ഒന്ന് നോക്കിയേക്കാം എന്ന് ഒന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്ക് ഇറങ്ങേണ്ട സ്റ്റേഷനായി എന്ന് മനസ്സിലായത്. ചാടി ഇറങ്ങി. ഇല്ലാതെങ്കിൽ ഞാൻ അടുത്ത സ്ഥലത്ത് പോയത്. ഈ വിധത്തിലുള്ള ഒരു ശോധന ചെയ്യൽ നമുക്ക് ആവശ്യമാണ്. കർത്താവ് മുട്ടുന്ന ശബ്ദം കേൾക്കുക എന്നതിനേക്കാൾ കർത്താവ് നമ്മോടൊപ്പം ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുകയാണ് പ്രാഥമികമായി വേണ്ടത്. സ്തോത്രം. അതിന് നമുക്ക് വളരെ ജാഗ്രതയോടുകൂടിയ ആത്മീയ ജീവിതം നയിക്കേണ്ടതുണ്ട്. സ്വയപരിശോധനയാണ് അതിലേറ്റവും അത്യാവശ്യം. സ്വയപരിശോധന. പക്ഷെ അതിൽ നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്നു. നമ്മൾ ചോദിക്കുന്നതൊക്കെ കിട്ടുന്നു, പ്രാർത്ഥിക്കുന്നതിന് ഉത്തരം വരുന്നു. ഇങ്ങനെയൊക്കെ ആകുമ്പം നമ്മളൊരു ചിന്തയിലേക്ക് എത്തുന്നു, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്, നമ്മൾ അറിയുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ കല്യാണത്തിന്റെ റിസപ്ഷന് പുതിയ മണവാട്ടിയും കൊണ്ട് വന്ന വഴി സൈക്കിളിൽ നിന്ന് ഇറങ്ങിയത് അറിയാതെ ആ പാവം ചവിട്ടി പോരുന്നു. നമ്മൾ ഫോണൊക്കെ വിളിക്കുമ്പോഴേ, നമ്മൾ ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോഴേ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങേ തലക്കൽ നിന്ന് ഓക്കെ, ശരി, ഓ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു 2-3 സെന്റൻസ് നമ്മൾ പറയുമ്പം ശബ്ദമൊന്നും വന്നില്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുവോ? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ഇടയ്ക്ക് വയ്ക്കും, കേൾക്കുന്നുണ്ടോ?
നെറ്റ് കണക്ഷൻ പോകുന്നതിൻ്റെ കൂടെ. ആ അതെ, നമ്മളിത് പരിശോധിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ തന്നെ പലപ്പോഴും പറയാറുണ്ടല്ലോ, എനിക്ക് തോന്നും സ്പീഡ് കുറഞ്ഞോ, നെറ്റിന്റെ സ്റ്റക്കായിട്ടിരിക്കുകയാണോ. അപ്പൊ ഞാൻ ചോദിക്കാറുണ്ടല്ലോ, നിങ്ങൾക്ക് കേൾക്കാമോ? ഇതുപോലെ തന്നെ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ പറയുന്നത് പോലെ, ഹലോ കേൾക്കുന്നുണ്ടോ? അല്ല അനക്കൊന്നും ഇല്ലാഞ്ഞോണ്ട് ചോദിച്ചതാ എന്ന് നമ്മൾ പറയത്തില്ല. ഇതുപോലെ നമ്മൾ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ, ബൈബിളിലെ വചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മളെ തന്നെ വിലയിരുത്തണം, നാം എവിടെയായിരിക്കുന്നു, എങ്ങനെയായിരിക്കുന്നു എന്ന്. അപ്പൊ കർത്താവ് ഉണ്ടോ ഇല്ലയോ എന്ന് ആദ്യം വിലയിരുത്തണം. എങ്കിലേ കർത്താവ് വിളിക്കുന്നോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ശ്രദ്ധാലുക്കളാണെങ്കിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള, വളരെ ലോലമായിട്ടുള്ള ശബ്ദം പോലും നമുക്ക് കേൾക്കാൻ പറ്റും. സ്തോത്രം. നമ്മള് ഏലിയാവിന്റെ കാര്യം പറയുമ്പോൾ ചിന്തിക്കാറുള്ളത് പോലെ, ഒരു തീ വന്നു, കൊടുങ്കാറ്റ് വന്നു, ഏലിയാവ് ഗുഹയിൽ ഒളിച്ചിരിക്കുക. പക്ഷേ ഇതിലൊന്നിലും യഹോവ ഇല്ലായിരുന്നു. ഏറ്റവും ഒടുവിൽ ഭൂകമ്പത്തിന് ശേഷം ഒരു മന്ദസ്വരം വന്നു. ഒരു മന്ദസ്വരം. അതാണ് ഞാൻ പറഞ്ഞത്, നാം അത്ര കീനാണെങ്കിൽ, ശ്രദ്ധിച്ചിരിക്കുന്നെങ്കിൽ വളരെ ലോലമായത് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതിന് നമ്മിൽ തന്നെയാണ് നാം അന്വേഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതും. കർത്താവ് ഉണ്ടോ ഇല്ലയോ, എന്തുകൊണ്ട് പോയി, അതിനുള്ള പരിഹാരം കാണുക. സ്തോത്രം. അതാണ് കർത്താവിന്റെ ശബ്ദം ശ്രവിക്കുക എന്നുള്ളത്. സ്തോത്രം. എട്ടാമത്തേതും ആ ചോദ്യവും വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. സ്തോത്രം. കർത്താവിന്റെ ശബ്ദം നാം കേൾക്കുക. അതിനുവേണ്ടി നമ്മൾ സമയം വേർതിരിച്ചേ പറ്റൂ. പക്ഷേ നാം ഇന്ന് ഭയങ്കര തിരക്കില്ല അല്ലേ? നമുക്ക് അതിനുള്ള സമയമൊന്നും ഇല്ല. ലിസ്റ്റ് കൊടുത്തിട്ട് പോരും. അതേസമയം ഹബക്കൂക്ക് പ്രവാചകൻ നമുക്കതിന് നല്ല ഒരു മാതൃകയാണ്. ചോദ്യമൊക്കെ അങ്ങോട്ട് ചോദിച്ചു, എന്നിട്ട് ബാക്കി നിങ്ങൾ പറഞ്ഞു, നമുക്ക് നിർത്താം. കാത്തിരുന്നു. എന്റെ ആവലാതി സംബന്ധിച്ച് അവൻ എന്നോട് എന്തുത്തരം പറയേണ്ടു എന്ന് കാണേണ്ടതിന് ദൃഷ്ടി. സ്തോത്രം. ചോദ്യങ്ങളൊക്കെ കർത്താവിനോട് ഇങ്ങനെ ചോദിച്ചു. മറുപടിക്ക് വേണ്ടി ദൈവം സംസാരിക്കുന്നതും കാത്തിങ്ങനെ ഇരിക്കുക. അങ്ങനത്തെ ഒരു കാത്തിരിപ്പും ഒരു ശ്രദ്ധയും സ്വയശോധനയും ഒക്കെ നമുക്ക് ആവശ്യമാണ്. എങ്കിലേ കർത്താവിന്റെ ശബ്ദത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഒരു തരത്തിലും ദൈവം നമ്മോട് സംസാരിക്കുന്നില്ലെങ്കിൽ പറഞ്ഞറിയിക്കാൻ ഒക്കാത്ത ഭീകരാവസ്ഥയത്. ശൗൽ രാജാവിനെ പറ്റി നമ്മൾ വായിക്കുന്നത് പോലെ ഊറിയും കൊണ്ടും തുമ്മിയും കൊണ്ടും പ്രവാചകന്മാരെ കൊണ്ടും ദർശനം കൊണ്ടും ഒന്നും ദൈവം
അവനോട് ഇടപെടാതായപ്പോൾ അവൻ സഫോക്കേറ്റ് ആയിട്ട് ശ്വാസം മുട്ടുന്നത് പോലെ ഓടി നടക്കുക. സ്തോത്രം. അത് നമുക്ക് സംഭവിക്കരുത്. അത് നേരത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അതിന് സ്വയശോധന അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ കർത്താവിന്റെ സാന്നിധ്യം നമുക്കില്ലെന്ന് തോന്നിയാൽ എന്തുകൊണ്ടെന്ന് വിലയിരുത്തണം. അപ്പോൾ തന്നെ നിലവിളിക്കണം, യേശുവിന്റെ അമ്മയും കൂട്ടരും തിരിച്ചു പോയതുപോലെ. അപ്പോൾ തന്നെ, പിന്നെ നിൽക്കരുത്. സ്തോത്രം. നമുക്കതുകൊണ്ട് സ്വയം വിലയിരുത്തി കർത്താവിന്റെ ശബ്ദം കേട്ട് അതനുസരിച്ച് കർത്താവിന് വേണ്ടി ഹൃദയം തുറന്ന് നമ്മെ സ്നേഹിച്ച കർത്താവിനെ സ്നേഹിച്ചും കൂട്ടായ്മ ആചരിച്ചും കൊണ്ട് മുന്നേറുവാൻ ഈ വചനങ്ങൾ മുഖാന്തരങ്ങളാകട്ടെ. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.